1970 മുതൽ തൊടുപുഴ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ശ്രീ പി ജെ ജോസഫ് എന്ന എൻ്റെ പിതാവിൻ്റെ കാലടികൾ പിന്തുടർന്ന് ഈ 16ാം കേരള നിയമസഭയിൽ ഒരംഗമാകാൻ സാധിച്ചത് ഒരു വലിയ ദൈവനിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. തൊടുപുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഈ കാലം അത്രയുമുള്ള വികസന കാര്യങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മണ്ഡലമാക്കി മാറ്റി എടുത്ത ശ്രീ പി ജെ ജോസഫ് അദ്ദേഹം അവിടെ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ ഒരു ചവിട്ടുപടിയാക്കി എടുത്തുകൊണ്ട് ആ മേഖലയുടെ വിദ്യാഭ്യാസപരമായും ടൂറിസം, അതുപോലെ കാർഷിക മേഖല, ആരോഗ്യം, വനം തുടങ്ങിയ എല്ലാ മേഖലകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ തൊഴിൽ ഉൽപ്പാദക മേഖലകൾ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ സൃഷ്ടിക്കുക, മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ ടീം തൊടുപുഴയെ കേരളത്തിൻ്റെ നമ്പർ 1 നിയോജകമണ്ഡലമാക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 16ാം നിയമസഭയിൽ കേരളത്തെ ഒരു പുതിയ വികസന പാതയിലേക്ക് നയിക്കുവാൻ ഈ സർക്കാർ സജ്ജമാണ്, സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു നയപ്രഖ്യാപനം നമ്മൾ കാണുകയുണ്ടായി. ഇനി മുന്നോട്ടുള്ള 5 വർഷം ഒരു വികസന പാതയിൽ നമ്മുടെ സംസ്ഥാനം ഒരു വിജയക്കുതിപ്പിലേക്ക് നീങ്ങി അടുക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഈ വരുന്ന 5 വർഷം കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ സർക്കാരിനാകട്ടെ എന്ന് ആശംസിക്കുന്നു.